ഏ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തേങ്ങ മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു തേങ്ങ മനസ്സിലായിട്ടില്ലെങ്കിലും ഭാവിയിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് മുഴുവൻ വരാൻ പോകുന്ന ഒരു എട്ടിൻ്റെ പണിയാണ് ഈ സംഖ്യകൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് സിഖുകാർ, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ സിഖുകാരായിക്കോട്ടെ, നിങ്ങൾ ഹിന്ദുക്കളായിട്ടെ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കോട്ടെ, നിങ്ങൾ ഏത് ജാതിയിലും മതത്തിലും പെട്ട സംഗതി ആയിക്കോട്ടെ, അത് നിങ്ങളുടെ മതത്തിൻ്റെ ആ ഒരു രാജ്യത്ത് മാത്രം അമ്മാതിരി കുരുത്തക്കേടുകൾ നടത്തുകയാണെങ്കിൽ കുറേയൊക്കെ ആശ്വാസം ഉണ്ടെന്നേ. ഇത് നോക്കൂ, ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിൽ ഓരോ സ്റ്റേറ്റിലും ഒരു 10-15 വിശ്വാസികളും അതിനേക്കാൾ കൂടുതൽ ജാതികളുണ്ടായിരിക്കും. ഈ ജാതികൾക്കും ഈ മതങ്ങൾക്കെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള കുറേ ആചാരങ്ങളുണ്ട്. ഹിന്ദു മതത്തിൽ കുറേ ആചാരമുണ്ട്. ഹിന്ദു മതത്തിനെ ജാതി വെച്ച് നീട്ടുകയാണെങ്കിൽ അതിൽ തന്നെ പലർക്കും പലവിധ ആചാരമുണ്ട്. ആ ഒരു പാലക്കാട്ടേക്കൊക്കെ പോയി കഴിഞ്ഞ് ഒരു വലിയ തേരുണ്ടാക്കിയിട്ട് അത് നിരത്തിലൂടെ ഉരുട്ടി കളിക്കുന്ന ഒരു പരിപാടിയൊക്കെ അവർക്കുണ്ട്. ഇങ്ങനെ തൃശ്ശൂരായിട്ട് പോയി കഴിഞ്ഞാൽ പൂരങ്ങൾ വരികയെന്ന് വെച്ചാൽ ആനപ്പൂരം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇമാതിരി കോലാഹലവും ശബ്ദവും ബഹളവും ഉണ്ടാക്കിയിട്ടുള്ള പരിപാടികളൊക്കെ നമുക്ക് കൂടുതലാണ്. നോക്കൂ, ഈ ആചാരങ്ങളും ഈ വിശ്വാസങ്ങളൊക്കെ നമുക്കാണ് സഹിക്കാൻ പറ്റുക. നമ്മുടെ നാട്ടിൽ ഇത് കേസ് കൊടുക്കും മറ്റൊന്നുമില്ല. ഇത് വിദേശ രാജ്യത്തൊക്കെ അവരുടെ കൃത്യമായ ഡെസിബിലിന് അപ്പുറത്തേക്ക് ഒരു ശബ്ദം മറ്റും ഉയർന്നു കഴിഞ്ഞാൽ അവന്മാർ പോയി കേസ് കൊടുക്കും. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിപ്പോൾ നടക്കുന്ന ന്യൂസിലാൻഡില്ല. നോക്കിക്കോളൂ, അവർ കൃത്യമായിട്ട് ഒരു ബോർഡ് തൊട്ട് മുകളിൽ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, ദിസ് ഈസ് ന്യൂസിലാൻഡ്, ഇത് ഇന്ത്യ അല്ല. ഇത് ന്യൂസിലാൻഡാണ്, ഇത് ഇന്ത്യ അല്ല എന്ന് പറയുന്നു. ഇവിടുത്തെ കുറച്ച് സിഖുകാർ അവരുടെ ഏതോ ഒരു ആഘോഷം അവിടെ നടത്താൻ തീരുമാനിച്ചു ന്യൂസിലാൻഡിൽ. ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടെ തൊഴിലും കൂലി ഇല്ലാത്തതുകൊണ്ടേ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് കുടിയേറി പാർത്ത കുറേ എണ്ണാണ്. ആ സിഖുകാർ അവിടെ ജീവിക്കുന്നു. അവർക്ക് വേണ്ടി അവിടെ എന്താ പറയുക, വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ രാജ്യം ഒരുക്കി കൊടുക്കുന്നു. അതും പോരാഞ്ഞ്, ഇതൊന്നും പോരാഞ്ഞ് ഇവർ വലിയ ഡ്രമ്മും തേങ്ങയും വാങ്ങി കൊണ്ടുപോയിട്ട് കൊട്ടും പാട്ടും ബഹളവും. ഇത് അവിടെയുള്ള കുറച്ചു യഥാർത്ഥത്തിലുള്ള, അങ്ങനെയൊക്കെ പറയേണ്ടി വരും, അവിടുത്തെ ഒരു ആദിവാസി ഗ്രൂപ്പ് എന്നൊക്കെ പറയേണ്ടി വരും. അവിടെ കുറച്ച് ആദിവാസി ഗ്രൂപ്പ് ആളുകൾക്ക് ഇത് തീരെ ഇഷ്ടമായില്ല. ന്യൂസിലാൻഡിലെ കുറച്ച് ആളുകൾക്ക്, അവിടുത്തെ ന്യൂസിലാൻഡുകാർ തന്നെ, അവർക്കിത് ഇഷ്ടമായില്ല. അവർ പറയുന്നത്, അവരൊരു പ്രത്യേക ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവർ പറയുക ട്രൂ പാട്രിയറ്റ്സ് എന്നാണ്. ട്രൂ പാട്രിയറ്റ്സ്, യഥാർത്ഥ രാജ്യസ്നേഹികൾ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് എന്ത് ചെയ്തു, ഈ സിഖുകാർ ഈ ഒരു അവരുടെ സമ്മേളനം, അവർ ഈ പരിപാടിയായിട്ട് പോകുന്ന ആ ഘോഷയാത്ര അവർ തടഞ്ഞു. ഇത് ഇന്ത്യയല്ല, നിങ്ങൾ ആഘോഷങ്ങളും മറ്റൊക്കെ ഇന്ത്യയിൽ നടത്തിയാൽ മതി, ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുവന്ന് നടത്തണ്ട. പച്ച മലയാളത്തിൽ അതാണ്. നിങ്ങളെ സിഖുകാരെ പല ആഘോഷം ഉണ്ടായിരിക്കും, നിങ്ങളെ ഹിന്ദുക്കളെ പല ജാതി ആഘോഷം ഉണ്ടാവും, അതൊക്കെ അവിടെ മതി, അത് ഞങ്ങളുടെ നാട്ടിൽ വേണ്ട. ഇത് എന്താണ് ന്യൂസിലാൻഡിൽ മാത്രം നടക്കുന്ന പ്രശ്നം വിചാരിക്കരുത്, അത് ഓസ്ട്രേലിയയിലുണ്ട്. ഇപ്പോൾ ലണ്ടൻ നഗരത്തിൽ കഴിഞ്ഞ എന്തോ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എങ്ങാണ്ടാണ് അത്ര 100 നാളികേരം റോട്ടിൽ കൊണ്ടുപോയിട്ട് ഉടച്ചേ. ഒന്ന് ആലോചിച്ച് നോക്കി, കുറച്ച് തമിഴന്മാർ ചെയ്ത പരിപാടിയാണ്. ഈ സംഖ്യകൾക്ക്, ഹിന്ദുമതം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ മാതിരി സംഖ്യകൾക്ക് നോക്കൂ, ഇവിടുന്ന് ഭാവിയിൽ എന്തെങ്കിലും നല്ല ജോലി നേടിയിട്ട് അവിടെ പോയിട്ട് സുഖമായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചൊക്കെ നടക്കുന്ന ആൾക്കാരെ നെഞ്ചത്തൊക്കെ ആണി തറച്ച് കയറ്റുന്ന പരിപാടിയല്ലേ. ഒന്ന് കണ്ടോക്കെ. എവിടെ സിഖുകാർ പോണോക്കി. ശക്തമായ പ്രതിഷേധമാണ്, ഒരു രക്ഷയില്ല. അതിശക്തമായ പ്രതിഷേധം തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇനി ഇതിനെ പറ്റിയിട്ട് ഒരാൾ വൃത്തിയായിട്ട് സംഗതി പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കേട്ടോ. ഒരു കുഴപ്പമില്ലാതിരുന്ന ഈ രാജ്യത്ത് ഓസ്ട്രേലിയൻ ന്യൂസിലൻഡ് ഇങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. അപ്പൊ ഇന്ന് ന്യൂസിലൻഡിൽ വലിയൊരു പ്രൊട്ടസ്റ്റ് നടന്നിരിക്കാം. ഒരു സൈഡിൽ നമ്മുടെ ഇന്ത്യക്കാരായ ആൾക്കാർ തന്നെ ജാഥ പോലെ വണ്ടിയൊക്കെ ആയിട്ട് വെള്ളി കെട്ടിയൊക്കെ വരുന്നു. ഒരു സൈഡിൽ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാർ, ന്യൂസിലൻഡിലെ അറിയാലോ, ഇവിടുത്തെ ടൊങ്കൻസോ ഇവിടുത്തെ ഒറിജിനൽ ആദിവാസി ആൾക്കാരെന്ന് തന്നെയാണ് പറയാം, ഇവിടുത്തെ ഇപ്പം പ്രായമായിട്ടുള്ള ആൾക്കാർ
അവരും അവര് നല്ല ഇപ്പൊ നമ്മുടെ ഒരു പാർലമെന്റിലൊക്കെ നമ്മൾ കണ്ടാലേ ഇപ്പൊ നാക്കൊക്കെ നീട്ടി ഭയങ്കര സംഭവമായിട്ട് കാണിക്കുന്നത്. അന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സെറ്റപ്പ്, വലിയ പ്രതിഷേധം. ഇവര് അതിന്റെ ഒരു ലീഡറൊക്കെ ഉണ്ട്, അവരെല്ലാവരും കൂടിയാണ് തോന്നുന്നത്. വലിയ സീനൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് വന്നിരിക്കുന്നു. ഇത് നമുക്ക് ഈ രാജ്യത്ത് സമാധാനമായിട്ട് വന്ന് ജോലി ചെയ്യാനും ജീവിക്കാനും ശമ്പളം മേടിച്ച് വീടും ഉണ്ടാക്കി നമുക്കായിട്ട് പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു. ന്യൂസിലൻഡിനെ സംബന്ധിച്ച് ഞാൻ ന്യൂസിലൻഡിൽ പോയിട്ടുണ്ട്, പ്രാവശ്യം പോയിട്ടുണ്ട്. യാതൊരുവിധ വിഷയമില്ലാത്തൊരു സ്ഥലമാണ്. വളരെ സമാധാനമായ ആൾക്കാരാണ് അവര്, യാതൊരു കുഴപ്പമില്ലാത്ത ആൾക്കാരുമാണ്. എന്തിനപ്പോ അങ്ങനെ കുഴപ്പമില്ലാത്ത ആളുകളൊക്കെ പോയിട്ട് കുഴപ്പമുണ്ടാക്കാൻ നമ്മളെ നാട്ടുകാരില്ലേ? ഇതാണ് ഞാൻ പലപ്പോഴും സംഖ്യകളെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കുറേ ആചാരങ്ങളുണ്ട്. രഥം ഉരുട്ടുന്ന പരിപാടിയുണ്ട്. നമ്മൾ ഈ ഗണപതി ഉത്സവത്തിൻ്റെ സമയത്ത് വലിയ ഡ്രമ്പറ്റൊക്കെ ഇട്ടിട്ട് ഗണപതി ബപ്പ മോറിയുക എന്ന് പറഞ്ഞിട്ടുള്ള ഉറക്ക പാട്ട് പാടുന്ന പരിപാടിയുണ്ട്. പൂര സമയത്താണെങ്കിൽ നാട്ടുകാരെ ചെവി മുഴുവൻ തല്ലി പണ്ടാറടക്കുന്ന രീതിയിൽ ചെണ്ട കൂട്ടി നടക്കുന്ന സംഭരമുണ്ട്. കാട്ടിലെടുക്കുന്ന പാവ ആനനെ പിടിച്ചു കൊണ്ടുപോയിട്ട് അതിൻ്റെ ചട്ടം പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ അതിനെ പേടിപ്പിച്ച് ഒരു വിധമാക്കി അതിനെ കൊണ്ട് എന്താ പറയുക, ഈ അതിൻ്റെ ദേഹത്ത് വലിയ കനമുള്ള ഒരു സാധനം കയറ്റി ദൈവത്തിന് അതിൻ്റെ പുറത്തിരുന്ന് സഞ്ചരിച്ചാൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പല ജാതി കാട്ടാന മൃഗങ്ങൾ കൊണ്ടുപോയിട്ട് നാട്ടിലത്തെ കുറേ ആൾക്കാരെ പേരൊക്കെ ഇട്ട് വെച്ചിട്ട് രാമാന്നും എന്താ പറയുക ഭാർഗവാന്നും അങ്ങനെ കുറേ പേരുണ്ടല്ലോ, ബാലകൃഷ്ണ എന്നൊക്കെയുള്ള പല പേരുകളൊക്കെ ഇട്ട് വെച്ചിട്ട് ബാക്കി ഈ ഹിന്ദു പേര് മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യൻ പേരും ജെയിംസ് എന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഖാദർ എന്നുള്ള പേരുകളൊന്നും അതിലിപ്പോൾ കാണാനില്ല. മഹാഭാഗ്യം. ഇനിയിപ്പോൾ ഭാവിയിലിപ്പോൾ വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. എന്താ ഇപ്പോൾ ഹിന്ദു ആന മാത്രം മതിയോ, മുസ്ലിം ആനയും ഒപ്പം തന്നെ ക്രിസ്ത്യൻ ആനയും വേണ്ടെന്നൊക്കെ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പാവന്മാരും ചിലപ്പോൾ ഇതൊക്കെ പിടിച്ച് വളർത്തി ലെവലാക്കുന്ന ഏർപ്പാടിലേക്കൊക്കെ എത്താൻ സാധ്യത. എന്തായാലും ഇങ്ങനെ കുറേ ആനകളും പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ മേലെ തിടമ്പ് കയറ്റിയിട്ട് ഇങ്ങനെ ആഘോഷിച്ചടക്കുന്ന കുറേ വൃത്തികെട്ട പരിപാടി നമ്മുടെ നാട്ടിലുണ്ട്. ഇമ്മാതിരി പരിപാടികളൊക്കെ നമ്മുടെ ഇന്ത്യയിലത്തെ ജനങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റും. കാരണം ഇവിടെയൊക്കെ നിയമമൊക്കെ പലപ്പോഴും നോക്കുകൂത്തിയാണ്. നമ്മുടെ നാട്ടിൽ രാവിലത്തെ നോക്കിക്കഴിഞ്ഞാൽ അമ്പലത്തിലായാലും പള്ളിയിലായാലും ക്രിസ്ത്യൻ പള്ളിയിൽ എവിടുന്നായാലും രാവിലെ തുടങ്ങും ഇവന്മാരെ പ്രാർത്ഥനകളൊക്കെ. ഈ പ്രാർത്ഥനകളൊക്കെ അതിൻ്റെ ഉള്ളിൽ മാത്രം പോണവർ മാത്രം കേട്ടാൽ പോരെ. ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്ത അവരുടെ ചെവിട്ടിലേക്ക് ഇതെന്തിനാണ് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തില്ല. എന്തായാലും ഇവർ ഈ പരിപാടികളൊക്കെ വലിയ മൈക്കും കെട്ടിയാൽ അലറി വിളിച്ചെന്നെ അലറി വിളിക്കൽ, ഇത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുള്ളൂന്നേ. ഇത് ന്യൂസിലാൻഡ് പോലുള്ള ലണ്ടൻ പോലുള്ള ഓസ്ട്രേലിയ പോലുള്ള നാടുകളൊന്നും ഈ പരിപാടി നടക്കില്ല. അവിടുത്തെ ജനങ്ങളൊക്കെ വളരെ മാന്യം മരിക്കുക സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലേക്കാണ് ഇമ്മാതിരി സംഘി കോമനകളൊക്കെ പോയിട്ട് അവരുടെ ആഘോഷങ്ങൾ, ഇന്ത്യയിൽ അവർ നടത്തുന്ന പല ആഘോഷങ്ങളില്ലേ, ആ ആഘോഷങ്ങൾ അവരവിടെ നടത്തുക. അവർക്ക് അവിടെ അമ്പലം വേണം, അവർക്ക് അവിടെ സിഖ് ക്ഷേത്രം വേണം. ഒന്ന് ആലോചിച്ച് നോക്കി, അവർക്ക് അവിടെ പള്ളി വേണം. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉള്ളിൽ മാത്രം ചിലപ്പോൾ നിസ്കാരമല്ല, അവർ ചിലപ്പോൾ നടു റോട്ടിൽ നിസ്കരിക്കാൻ തോന്നുക, നിസ്കരിക്കാനുള്ള ശ്രമം നടത്തും. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇമ്മാതിരി കോമളത്തരങ്ങളൊക്കെ നടക്കുന്നേ. ഇത് വിദേശ രാജ്യത്തൊക്കെ നടക്കുന്ന വെച്ച് നടക്കും. എന്തായാലും ഇതൊക്കെ നടത്താനുള്ള ശ്രമം അവർ നടത്തി. അത് നടത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ നാട്ടുകാർക്ക് ബോധ്യം വന്നത് ഇത് പോയി ഇപ്പോൾ ഇതിപ്പോൾ ഈ ഒരു വേറൊരു ഇന്ത്യ നമ്പർ 2 എന്നതിൽ വേറെ രാജ്യമായി മാറുമോ എന്നൊക്കെ അവർക്ക് തോന്നി. അവസാനം അവർ എതിർക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ഗംഭീര പ്രൊട്ടസ്റ്റാണ്, ശക്തമായിട്ട് അവർ എതിർക്കുകയാണ്, അതിശക്തമായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എതിർപ്പിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ ഉണ്ടാവാൻ പോകുന്നത് തന്നെ ഒരു വലിയൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഈ ചെങ്ങൈനെ പറയുന്നുണ്ട്. കേട്ടോക്കണേ. നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, നമ്മളെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ, ഇന്ത്യൻസിനെ കണ്ടു കഴിഞ്ഞാൽ ബംഗ്ലാദേശിയാണോ പാകിസ്ഥാനിയാണോ ഈ എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുന്നത്. ഈ കണ്ടു കഴിഞ്ഞാൽ ഈ ബ്രൗൺ സ്കിന്നുമായിട്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ആ വെള്ളക്കാർക്ക് വന്നിട്ട് ഞങ്ങളും അപ്പോൾ അത് എന്നോട് സംസാരിച്ചൊരു പുള്ളിക്കാരി പോളണ്ടില്ല. ഞാൻ ഒരു 3-4 പേര് കൂടി പാൻഡവരോടൊക്കെ സമയത്ത് സംസാരിക്കാം. ആൾക്കാർ വെളിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ജീവിച്ച പറയാം ഞാനും ഇവരിക്കണ്ട, പക്ഷെ വിത്ത് ഓൾ റെസ്പെക്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളെ കാണുമ്പോൾ അങ്ങ് ചൊറിയുക. അതാലോചിക്കുക, ഇതൊക്കെ എന്തുകൊണ്ട് ഇതെങ്ങനെ ഉണ്ടാകുന്നത്? നമ്മുടെ കയ്യിലിരിപ്പുണ്ടാ. അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിച്ചാൽ നമുക്ക് ഇനിയാണെങ്കിലും ജീവിക്കാം. അതാലോചിക്കുമ്പോൾ ഇനി പുതിയൊരു രാജ്യത്ത് നിന്ന് ഒരാൾക്കാർക്ക് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പറഞ്ഞാലോ, അതുപോലെ തന്നെ ഒരു സ്റ്റുഡന്റ് വിസ ആണല്ലോ ഒരു മൈഗ്രേഷൻ എല്ലാത്തിനും ഒരു തടസ്സം വരും. നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്നാണ് നമ്മുടെ ആൾക്കാർക്ക് ഈ ബോധം വരുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ അഭിപ്രായം കണ്ടില്ലേ? അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു. ഇയാളൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ നാട്ടുകാർ വരക്കും ചൊറിഞ്ഞ രീതിയിലാണ് വർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മളെല്ലാവരും ഓരോ നിറമാണല്ലോ, ഇന്ത്യൻസ് ഒരു ബ്രൗൺ കളറാണല്ലോ. അപ്പം നമ്മളൊക്കെ കാണുമ്പോൾ അവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന അർത്ഥം. അതായത് ഇനി അവിടേക്കൊരു ഇന്ത്യക്കാർക്ക് എൻട്രി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയ ഈ വാണങ്ങൾ, ഈ സംഖ്യ വാണങ്ങളെല്ലാവരും കൂടിയിട്ട് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് നിൽക്കുന്നത് എഴുതി വെച്ചൂടെ?